ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ മൊത്തം കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ അനിയനും മക്കൾസൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇനു, ഹായ് പറയനു. ഞാൻ അടുത്ത ആളെ കാണിച്ചുതരാം ഗൈസ്. നമ്മുടെ പൊന്നു, ഹായ് പറ. ഇനി വലിയൊരു മെയിൻ ആളുണ്ട് കേട്ടോ. ഹായ് ഹായ് പറ. ഹായ് ഗൈസ്. ലൈക്ക് ചെയ്യണം മതി, ലൈക്ക് ചെയ്യണം മതി, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മതി. അപ്പൊ ഗൈസ് ഇവിടെ തവളേനെ പിടിക്കുക കേട്ടോ. ലച്ചു ലച്ചു അത് ചാവൂട്ടോ, അതിനെ വിട്ടേക്ക്. കണ്ടോ, നമ്മുടെ ചാല് നിറച്ചും തവളകളാ. ഇതെന്താ ചെളി? എങ്ങനെയാ ഇത് ചെളി? എങ്ങനെ? അതോ എങ്ങനെ വീണേ? അങ്ങനെ വീണോ? വേറെട് വേറെട്. ചെളിയായി. വേറെടാ വേറെടാ. ഓക്കെ ആണോ? നോക്കി. ബ്രസീല് തോറ്റല്ലോ. എന്താ ബ്രസീലിന്റെ കുപ്പായോ? തോറ്റാലും ജയിച്ചാലും നീ ബ്രസീലാ? നീ ഏതാ ടീം? പൊന്നോ? സൈനക്കുട്ടി ഏതാ ടീം? ബ്രസീലാ? ആണോ? നെയ്മറിനെ അറിയോ? അറിയോ? അയ്യ, എല്ലാരും തലയും തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. വരച്ചോ? ഉള്ളു ഞാൻ അടിച്ചു വരി തുറക്കാൻ പോകാം. പുറത്തിരുന്ന് കളിച്ചോട്ടോ. എന്താണ് മുടിക്കൂടി കഴിക്ക? അങ്ങനല്ല, ഞാൻ പറയുന്ന ചിത്രം വരക്കണം. ആനല്ല, ഞാൻ പറയാ ഒരു ചിത്രം, ഒരു വീട്, പുഴ. അങ്ങനെ ആകിൽ ഞാൻ പറഞ്ഞു തരും എങ്ങനത്തെ ചിത്രം വരക്കണ്ടേന്ന്. ഓക്ക് പെൻസിൽ കൊടുക്ക്. നോക്കധികം കൂർമ്മിക്കണ്ട, എവിടെയും തട്ടിയാലോ. അപ്പൊ കൂർമ്മിച്ചോ. അപ്പൊ ഞാൻ പറയാം എന്ത് ചിത്രം വരക്കണ്ടേന്ന്. ഒരു വീട് വേണം, പിന്നെ പുഴ ഒഴുകണം വീടിന്റെ സൈഡിൽ കൂടെ, പിന്നെ മലകൾ കാണണം, വീടിന്റെ ബാക്കില് 2 തെങ്ങ് കാണണം, ഒന്നോ 2 തെങ്ങ് വേണം, പിന്നെ വീടിന്റെ മുറ്റത്ത് ചെടികൾ വേണം. ഓക്കെ, അതാണ് കേട്ടോ ചിത്രം. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? ഇന്നത്തെ വീഡിയോ മൊത്തം നിങ്ങളായിരിക്കും നമ്മളെ ചാനലിൽ കേട്ടോ. ഓക്കെ, നോക്ക്. ഓക്കെ പറയും. അതല്ല, സൂര്യൻ വേണം. സയ ഓക്കെ അല്ലേ? സയ ഓക്കെ കേട്ടോ. വരക്കുണ്ട്. ആദ്യം വീടാണ് കേട്ടോ വരക്കണ്ടേ. അതൊക്കെ ഇഷ്ടമുള്ള പോലെ വരക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാൻ സയ വരക്കുന്ന നോക്കട്ടെ. വീട് വരക്ക്. ഒരു ബുക്കിന്റെ മുകളിൽ വെച്ച് വരക്കിനു പൊന്നു. അപ്പൊ എന്താവൂല? ബുക്ക് വേണ്ട? ആ, അപ്പൊ നമ്മുടെ സോയാന്റെ വീട് ആയിക്കൊണ്ടുണ്ട് ഗൈസ്. ആണോ? വീട് വരക്ക്, വീട്. ആ, വീട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ചിത്രം അടിപൊളിയായിരിക്കണം. ഓക്കെ, 10 മിനിറ്റ് സമയം തരും. ഇപ്പൊ സമയം എത്രയെന്ന് പറയാ? ഇപ്പം 11:30 ഇനി ഓക്കെ, ഇപ്പൊ 11:30, 3:45, 45 ആവുമ്പോ ഞാൻ നിർത്തൂട്ടോ.
അത് പറ്റൂല. അപ്പൊ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് സമയം തരൂലേ? ഇല്ല. അത് നമ്മളെ സോയക്കുട്ടീന്റെ വീട് വരച്ചുകൊണ്ടുണ്ട് ഗൈസ്. വീടായോ? ഇല്ലേ? എന്നാ വേഗം ആക്ക്. ആ അപ്പൊ എല്ലാരും വരക്കട്ടോ. ഇനിയിപ്പൊ ചിത്ര വര കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. അതെ. അപ്പൊ ഗൈസ് നമ്മുടെ സോയക്കുട്ടി വരക്കുന്നുണ്ട് കേട്ടോ. സോയക്കുട്ടി ഇതില് ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ അല്ലേ ഫസ്റ്റ് വാങ്ങോ? ആ അതാ വീടായിട്ടുണ്ട്. ഇനി മല വരക്ക്. പൊന്നുക്ക് ചിത്രവരയിലൊക്കെ ഫസ്റ്റ് കിട്ടിയതാ. പൊന്നുക്ക് നിന്റെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ പൊന്നു? കുഴപ്പമില്ല. അങ്ങനെ വീട് ആവുന്നുണ്ട് ഗൈസ് നമ്മുടെ സോയന്റെ. അത് തെറ്റുന്നത് പെൻസില് മൂർച്ചല്ലായിട്ടാണ് അല്ലേ സോയ? ആ വരച്ചോ ഇനിമ വരച്ചോ. നിനക്കൊന്നും വരക്കാൻ അറിയില്ലേന്ന്? അതാ കണ്ടോ വരക്കുന്ന. എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം. വീടിന്റെ മുറ്റത്തൊരു ചെടി, അതേപോലെ വീടിന്റെ അടുത്തൊരു തെങ്ങ്, പുഴ, അങ്ങനെയല്ലേ പറഞ്ഞ. ഭയങ്കര ചിത്രവര കേട്ടോ. കടന്നിട്ടും ഇരുന്നിട്ടും നിരങ്ങിയിട്ടൊക്കെ ഉള്ള ചിത്രവരയാണ്. ഭയങ്കര മത്സരമാണ് കേട്ടോ. കളറൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഗൈസ്. ഓളെ മുന്നിൽ വെച്ച് ഓള് പൊട്ടിച്ചെടുത്ത്. ഇത് നമ്മളെ സന്നക്കുട്ടി ഇവിടെ കടന്നിട്ടുണ്ട്. സന്ന അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സന്ന ഇങ്ങോട്ട് നോക്ക്, നോക്കട്ടെ. ഭയങ്കര ചിത്രവരനാണ് കേട്ടോ. ആ അമ്മേന്നും കഷ്ണം പൊട്ടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരക്ക്. ഭംഗിയുള്ളവർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഗൈസ്. കണ്ടോ, കാല് വരെ പൊന്തിച്ച് അത്രയും ആലോചിച്ചിട്ടൊക്കെയാണ് ഈ ചിത്രങ്ങൾ വരക്കുന്നത് അല്ലേ സന? ഇങ്ങോട്ടൊക്കെ ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു ശ്രമമാണ്. ഇങ്ങോട്ടൊക്കെ സനക്കുട്ടി. ഇല്ലല്ല, ഓള് ലാസ്റ്റ് കാണിക്കുള്ളൂ. അപ്പൊ നമ്മുടെ പാച്ചു എത്തിയിട്ടുണ്ട് കേട്ടോ. പാച്ചു മത്സരത്തിനില്ല. കിണറും വരച്ച. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരക്ക. നീ ഉണ്ടോ മത്സരത്തിന്? ആയിക്കോട്ടെ. എടാ എല്ലാം ചെറിയ കുട്ടികളാ. കൂടിക്കോ. നമ്മുടെ മത്സരത്തിലോട്ട് നമ്മുടെ പാച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവരെ എല്ലാവരും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും കൂടി പറയാം. ഇത് 5ാം ക്ലാസ്സില്, പാച്ചു 5ല്, പൊന്നു 4ല്, ഇവള് 2ല്, ഓള് 3ല്, ഓള് 0ല്. അവളെ ചേർത്തിട്ടില്ല ഗേസ്. കണ്ടോ?
കടന്നിട്ടുള്ള പരിശ്രമമാണ് കേസ് ഇത്രയും കുത്തി വരാ. അപ്പോൾ ഇതാ നമ്മുടെ പൊന്നൂൻ്റെ ചിത്രം ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ ഇനുവിൻ്റെ ചിത്രം ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ പാച്ചു ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ലച്ചുവിൻ്റെ ചിത്രം ഇത്ര ആയിട്ടുണ്ട്. കുട്ടികൾ കാര്യമായിട്ടുള്ള ചിത്രവരയിലാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യണം ആർക്കാ ഫസ്റ്റ് എന്ന്. എനിക്ക് എന്തായാലും പറയാൻ പറ്റൂല കേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആരാണ് നന്നായി വരച്ചത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇവർ വരക്കട്ടെ. ഇനി അതിൽ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. കുട്ടികൾ ബേക്കിലിരുന്ന് വരക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അവർ വരക്കുന്നുണ്ട്. നമുക്കിനി അടുക്കളയിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. പാത്രം കഴുകൽ അങ്ങനെയൊക്കെ. പിന്നെ ഗൈസ് നമ്മുടെ കണ്ടോ ഈ സംഭവം എന്താണെന്നറിയോ കേട്ടോ, ചുമരിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ നല്ല മഴ പെയ്യുമ്പം ഇതിൻ്റെ മുകളിൽ ഉറ്റുന്നതാണേ. കണ്ടോ, ഇതൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വെള്ളം എന്തിനാ? ഓക്കെ, തരാലോ. പെയിന്റ് അടിക്കാൻ നമ്മുടെ കുട്ടികളെ ചിത്രവര ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മുടെ പൊന്നൂൻ്റെതും കഴിഞ്ഞു, നമ്മുടെ സനക്കുട്ടീൻ്റെതും കഴിഞ്ഞു കേട്ടോ. അപ്പൊ സനക്കുട്ടി എന്താക്കിയതെന്ന് നമുക്ക് നോക്കാം. ചിത്രം എവിടെ മുത്തേ? ചിത്രം എവിടെ വരച്ചത്? ചിത്തര കാണിക്ക്. തുറക്കാനൊന്നും പറ്റുന്നില്ല പച്ചോനെ. ജയിച്ചാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങി. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ, ഞാൻ പറയില്ല. ഇല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയും ആരാണ് സൂപ്പർ എന്ന്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം അറിയും ആരാന്നുള്ളത്. ഓക്കെ, ചിത്രം കാണിക്കേ. കാണിക്കേ, മുഴുവൻ തുറക്ക് തുറക്ക് ഇതാക്ക്. അങ്ങനെ കേസ് ഇതാ ചിത്രം. നമ്മുടെ സോയക്കുട്ടീൻ്റെ ചിത്രമാണ് കേട്ടോ. നമ്മുടെ സോയക്കുട്ടീൻ്റെ ചിത്രമാണ് കേസ്. ഇതിലെന്തൊക്കെ ഉണ്ട് മുത്തേ? വീടുണ്ടോ? ഇല്ല, വീടുണ്ടോ? അതാ വീട്. ഇനി അടുത്തത് വരച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് പൊന്നൂൻ്റെ നോക്കാം. ബാ പൊന്നു, ഇങ്ങോട്ട് വാ, നീ എടുത്തിട്ട് വാ. നമുക്ക് പൊന്നൂൻ്റെ ചിത്രം നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊന്നൂൻ്റെ ചിത്രം ഇതാണ് കേട്ടോ. അപ്പം ഫാത്തിമ ഷഹന എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂൻ്റെ ചിത്രം ഇതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതാ ഒരു ലേഡി കുടമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിന് പോയി വരുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മലകൾ കൊടുത്തിട്ടുണ്ട്. മലേൻ്റെ മുകളിലാണ് കേട്ടോ മരങ്ങളുള്ളത്. പിന്നെ വീടിൻ്റെ ബേക്കിലൊരു മരമുണ്ട്. ഇവിടെ തെങ്ങുണ്ട്, തെങ്ങിൽ തേങ്ങയുണ്ട്. ഇവിടെ ഒരു ചെടിയുണ്ട്. പിന്നെ പുഴ കുറച്ച് നല്ല വലുപ്പമായി പോയിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ രണ്ടാമത്തേത്. അത് പുല്ലാണോ? ഓക്കെ, അപ്പം ഇത് എത്രയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ ചിത്രം ഫാത്തിമ ഷാനാൻ്റെ ആണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്തത് നമ്മുടെ റീനക്കുട്ടീൻ്റെതാണ് കേട്ടോ. എന്താണ് റിൻഷ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇത് മല എവിടെ? എന്താണ് മല വരച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ മല. പിന്നെ ഇതാ ഇവിടെ സൂര്യനെ വരച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂക്കൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീട് വരച്ചിട്ടുണ്ട്. ഇവിടെ പുഴ ഉണ്ട്. എന്താ വീട് വരച്ചിട്ടുണ്ട്. ഇവിടെ ഇത് മരം വരച്ചിട്ടുണ്ട്. എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റിൻഷ കുട്ടീൻ്റെത്. അപ്പോൾ ആദ്യത്തത് ഷഹന, ഇത് റിൻഷ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇതാണ് നമ്മുടെ ലച്ചുവിൻ്റെത്. ലച്ചുവിൻ്റെത് ഇതാ ദിയാന്ന് എഴുതിയിട്ടുണ്ട്.
മുകളിലൊരു മല വരച്ചിട്ടുണ്ട്. ഇവിടെ ദാ ഒരു സൂര്യൻ വരച്ചിട്ടുണ്ട്. ഇവിടെ തെങ്ങ് വരച്ചിട്ടുണ്ട്. ഒരു വീട് വരച്ചിട്ടുണ്ട്. പിന്നെ നടുവിലൊരു പുഴ പോലെ വരച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതിന് കിണർ വരച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ പൂക്കൾ, കല്ല് ഒക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലച്ചുവിൻ്റെത്. അപ്പം ആരതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലായിടത്തും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എല്ലായിടത്തും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്, ആർക്കാണ് ഫസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ആർക്കാണ് ഫസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ആദ്യത്തത് ഫാത്തിമ ഷഹന, രണ്ടാമത്തത് റിൻഷ, മൂന്നാമത്തത് ദിയ. അപ്പം ഇതിൽ ആരതാ നമുക്ക് നോക്കണം. ഇവളത് നമുക്ക് നോക്കണ്ട കേട്ടോ, ഈ പാത്തുകൊണ്ട് നോക്കണ്ട. അപ്പം നമുക്ക് ഇവരിതിൽ ആർക്കാ ഫസ്റ്റ് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. 12 മണിയായിട്ടുണ്ട് ഗൈസ്, ഒരു പണിയായിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം മുഴുവനും കുട്ടികളെ കൂടെ ആയിരുന്നു കേട്ടോ. 12 മണിയാണ് ആയത്. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ചായ കുടിച്ചത് നമുക്കത് കഴുകാം. നമ്മുടെ ഗ്യാസ് കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്യാസിലൊക്കെ ഈ സീറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ അടുപ്പ് എത്തിച്ചിട്ട് കരി പിടിച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ നനവും കൂടി ആയപ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ഇവിടെയൊക്കെ നിലത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഈ ഗ്യാസും ഇതൊക്കെ തുടക്കാം കേട്ടോ. ഗ്യാസ് ഞാൻ എന്നും തുടക്കലുണ്ട്. പക്ഷേ നമ്മുടെ ആ ടൈലിലൊക്കെ ഒലിച്ചിറങ്ങിയില്ലേ, ആ സീറ്റിൻ്റെ മുകളിലത്തെ കരിയാ തോന്നുന്നുണ്ട് കേട്ടോ. ആ കരി നമ്മുടെ തണുപ്പൊക്കെ ആകുമ്പോൾ ഈ എന്താ പറയുക, ഒരു ആവി പോലെ ഇറങ്ങൂലേ, ആ സംഭവം കേട്ടോ. അങ്ങനെ അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ഒരു കറ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കുക കേട്ടോ. ടൈല് പിന്നെ ഞാൻ എന്നൊന്നും തുടക്കാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഒരു 8ൻ്റെ പണി കിട്ടി. അപ്പം ഞാൻ തുടക്കുകയാണ്. ബേക്കിൽ കുട്ടികൾ പിന്നെ ചിത്രം വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ പോയി കേട്ടോ. ഒരാളെ സാധനം ഒരാളെടുക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പോയി. പിന്നെ അവർ പെട്ടെന്ന് നന്നാകുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാനതും കഴുകി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ടൈലസും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം എല്ലാം കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. ഇത് നമ്മുടെ രാവിലത്തെ നാസ്താക്കിയ പാത്രം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കുട്ടികളൊപ്പം ഇരുന്നിട്ട് ഇപ്പം കഴുകുന്നത് തന്നെ 12:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞു. ഞാനിത് പാത്രമൊക്കെ കഴുകി വെക്കുക കേട്ടോ. ഗ്യാസിൻ്റെ സംഭവമൊക്കെ, ഈ സംഭവം മാറ്റണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റീലിൻ്റെതാക്കണം. ഇത് പെട്ടെന്ന് ആ കറുപ്പ് സാധനം പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ചൂടിൻ്റെത് തട്ടിയിട്ടാണോ എന്നും അറിയില്ല, ഇനിയിപ്പം എൻ്റെ ഒരക്കലിൻ്റെതാണോ എന്നും അറിയില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അതായെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ കൊണ്ടുവെക്കുക കേട്ടോ. ഇവിടെ നമുക്ക് പാത്ര സ്റ്റാൻഡ് ഇല്ല, നമ്മൾ ഷെഡിലാണ് കേട്ടോ. അവിടെയാണ് പാത്ര സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. എല്ലാം അവിടെ കൊണ്ടുവെക്കുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ ഉള്ളിലോട്ട് പോകും കേട്ടോ. കാരണം അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രശ്നം തീർക്കൽ തന്നെയായിരുന്നു പണി. നമ്മൾ അടുക്കള എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവരെ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അടുക്കളൊക്കെ എല്ലാം വൃത്തിയാക്കി ഗ്യാസ് നമ്മുടെ ടൈലിൽ ഒലിച്ചിറങ്ങി ആ സംഭവം ഒക്കെ തുടച്ച് നല്ല ക്ലീനാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ കിണറിൻ്റെ അവിടെ 2 കീരികളുണ്ടായി കേട്ടോ. പിന്നെ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണൊന്നും എടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോയി. വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടപ്പോഴത്തേക്കും ഓടി കേട്ടോ. എന്നാലും അത്രയും കിട്ടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത് തന്നെ 3:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ ഇച്ചിരി മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ മന്തിയാക്കി ആ പാത്രങ്ങളൊക്കെ കഴുകാനായി ഉച്ചക്കത്തെ പണി കേട്ടോ. ഇത് തന്നെയാണ് ഗൈസ്, കഴുകുക ഇത് തന്നെയാണ് ഗൈസ് പണി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം കഴുകുന്ന പണി ഭയങ്കര ഒരു ചടച്ച പണിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്കും നല്ല മഴയായി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.